ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൽവിൻ ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബീഫ് കറി കേട്ടോ. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇതിപ്പോൾ നമ്മൾ 1 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ വെള്ളം ഒന്ന് പോരാൻ വേണ്ടി ഇതുപോലത്തെ ഒരു അരിപ്പയിൽ വെച്ചേക്കുവാണ്. 2 മീഡിയം സൈസ് സവോളയാണ് വേണ്ടത്. അത് ഇതുപോലെ നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് 2 മീഡിയം സൈസ് തക്കാളിക്ക വേണം. പിന്നെ ഒരു 10-12 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്. പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണം. പിന്നെ കറിവേപ്പില വേണം കേട്ടോ. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി നമുക്കൊന്ന് ചതച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറി വേണമെങ്കിൽ മിക്സിയുടെ ജാറി വെച്ച് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ, അരച്ചെടുക്കുമല്ലോ. ഇപ്പൊ ഇഞ്ചി നമ്മൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇടികല്ലുള്ളവർ ഇടികല്ലിൽ തന്നെ ചെയ്യുക, അപ്പൊ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും അതിനകത്തോട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇത് കുഞ്ഞ് ഇടികല്ലായതുകൊണ്ട് ഇച്ചിരി പാടാണ്. ഇപ്പം വലുതൊക്കെ മേടിക്കാൻ കിട്ടും, അപ്പം കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾക്ക് തോന്നി ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒത്തിരി ഉണ്ടല്ലോ. ഇത് നാടൻ ഇഞ്ചിയും നാടൻ വെളുത്തുള്ളിയും അല്ല കേട്ടോ. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുമ്പം നാടൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കിട്ടില്ല. അപ്പം ഇത്രയും അളവ് വേണ്ട കേട്ടോ. ആക്ച്വലി ഇത് നമ്മൾ ഇവിടുന്ന് ഈ മേടിക്കുന്നത് ഇങ്ങനെ ഈ പൊണ്ണം പോലെ ഇരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയാണ്. പൊളിക്കാനും ചെയ്യാനൊക്കെ എളുപ്പമാണ്. നാടൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിന് ടേസ്റ്റ് ഇച്ചിരി കൂടുതൽ ചേർക്കേണ്ടി വരും നമ്മൾ സാധാരണ ചേർക്കുന്നതിനേക്കാൾ. അപ്പോൾ ഇത് ഇഞ്ചിയും വെളുത്തുള്ളി ഇപ്പം ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചമുളകില്ലേ, പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കണം. ഒത്തിരി അങ്ങ് ചതയേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാൻ മതി. അപ്പോൾ അത് നമ്മൾ അതിനകത്തോട്ട് വെച്ചൊന്ന് ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കുവാണ്. ഇപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളകും കണ്ടു ഒത്തിരി അങ്ങ് ഒതുങ്ങിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തേ ഉള്ളൂ. ഇപ്പം നമ്മൾ കുക്കറിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഇതൊരു 4 ലിറ്ററിന്റെ കുക്കറാണ്. നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഇനി നമ്മൾ ചൂടായ കുക്കറിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇച്ചിരി ടേസ്റ്റ്. ഇല്ലാത്തവർ ഇതിലാണേലും സൺഫ്ലവർ ഓയിലാണേലും ഉണ്ടാക്കുക. ഇപ്പൊ എണ്ണ ചൂടായി വന്നു കേട്ടോ. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഉലുവ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൂടും കേട്ടോ. ഒത്തിരി ചേർക്കല് 1/4 ടീസ്പൂണേ ചേർക്കാവുള്ളൂ കേട്ടോ. ഇപ്പൊ ഉലുവയൊക്കെ ചൂടായി വന്നു കേട്ടോ. അപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയാണ് ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആദ്യമേ തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നില്ല കേട്ടോ, ചതച്ചത്. കാരണം ആദ്യമേ തന്നെ ചേർത്താൽ ഇതിന്റെ ചോട്ടിലൊക്കെ അങ്ങ് പറ്റി പിടിച്ചിരിക്കും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ആദ്യമേ നമുക്ക് ഈ സവോളയൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സവോളയൊന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ജസ്റ്റ് നമ്മൾ ആ കുക്കറിന്റെ മൂടി വെച്ച് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചാൽ മതി. അപ്പോൾ വഴറ്റിയെടുത്താൽ മതി. അപ്പൊ ഇത് പെട്ടെന്ന് അങ്ങ് വഴണ്ട് കിട്ടുവേ. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്യുമല്ലോ കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം പെട്ടെന്ന് വഴണ്ട് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. എപ്പോഴും ഇളക്കേണ്ട കാര്യമില്ല. ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ ഇതുപോലെ അങ്ങ് മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പം ഏകദേശം നമ്മുടെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇല്ലേ, ഈ ഇതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഈ പച്ചച്ചോവയൊന്ന് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം.
ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെ വരും. ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒക്കെ ആ ഒരു പച്ചച്ചുവയൊക്കെ മാറി വന്നു കേട്ടോ. ഈ ഒരു സമയത്ത് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ് കേട്ടോ. പിന്നെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് എടുത്തേക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊരു 2.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുന്ന മുളക് പൊടി എരിവുള്ളതാണെങ്കിൽ ഒരു 1.25 അത്രയൊക്കെ എടുത്താൽ മതി. പിന്നെ ഇതൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചച്ചുവ മാറുന്നിടം വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. ഈ സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിയെല്ലാം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ചെറു തീയിൽ വെച്ച് തന്നെ ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചേർത്ത പൊടികളുടെയൊക്കെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ സമയത്ത് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിക്കയാണ്. അപ്പം നമ്മൾ നേരത്തെ 2 തക്കാളിക്ക എടുത്തില്ലായിരുന്നോ, അതങ്ങ് ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഇതൊന്ന് ഈ തക്കാളിക്ക ഇനി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നിടം വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. അപ്പം എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ കുക്കറിനെ മൂടി വെച്ച് നമ്മൾ നേരത്തെ സവോള വഴറ്റിയ പോലെ തന്നെ നമുക്ക് മൂടി വെച്ച് അങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പം പെട്ടെന്ന് സവോള അല്ല തക്കാളിക്ക വഴണ്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പില നമ്മൾ ആദ്യമായി ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത സമയത്ത് ചേർക്കേണ്ടതായിരുന്നു. ആക്ച്വലി മറന്നുപോയി, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ ഈ സമയത്താണേലും കറിവേപ്പില അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പിന്നെ കുക്കർ ഇതുപോലെ അങ്ങ് അടച്ചു വെക്കാതെ നമ്മൾ മൂടി വെച്ചെന്നോർത്ത് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കാൻ മറക്കല്ലോ കേട്ടോ. നമ്മളിങ്ങനെ മൂടി വെക്കുന്നതുകൊണ്ട് ചിലപ്പം പൊടിയെല്ലാം ചേർത്തതല്ല, അപ്പം ചോട്ടി പിടിക്കാനുള്ള ഒരു ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെക്കാൻ കേട്ടോ. ഇപ്പം ഏകദേശമൊക്കെ തക്കാളിക്ക് ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഒരു കുറച്ചും കൂടി ഒന്ന് ഉടയാൻ വേണ്ടി നമുക്കൊരു 2-3 മിനിറ്റും കൂടി ഒന്ന് മൂടി വെക്കാവേ. ഇപ്പം നമ്മുടെ തക്കാളിക്കൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന ബീഫില്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഈ ബീഫ് ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് തുറന്ന് വെച്ച് തന്നെ ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ. കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്തുനിന്ന് ലേശം വെള്ളം ഇറങ്ങുകയും ചെയ്യും. ഇതിൻ്റെ ഈ ബീഫിൻ്റെ കളറ് കണ്ടോ, ഒരു വൈറ്റ് കളർ പോലെ ആവില്ലേ. ആ ഒരു സമയത്ത് നമ്മൾ ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ആദ്യം കുറച്ച് ചേർത്താൽ മതി, കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ആദ്യമേ ഒന്ന് കുറച്ച് ചേർത്തിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഉപ്പ് ചേർത്ത കൂടെ തന്നെ ലേശം കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ കറിക്ക് കറിവേപ്പില ചേർക്കുന്ന ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് ബീഫാണേലും ചിക്കൻ ആണേലും ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനി ഗ്രേവി ഇല്ലാതെ എടുക്കണ്ടെങ്കിൽ നിങ്ങളിപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. അപ്പം ഞാൻ ഇച്ചിരി ഗ്രേവിയോടെയാണ് ഈ ബീഫ് എടുക്കുന്നത്, അതുകൊണ്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോഴാണേലും നല്ല ചൂട് വെള്ളം തന്നെ ചേർക്കാൻ നോക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാതെ. അപ്പം ഓരോരുത്തരുടെയും കുക്കറിന്റെ അനുസരിച്ച് വ്യത്യാസം വരുമായിരിക്കും. എൻ്റെ ഈ ഒരു കുക്കറിന് ഒരു 6 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ ബീഫ് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെയും കുക്കറിന്റെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമായിരിക്കും. അപ്പോൾ അതനുസരിച്ചൊന്ന് വേവിച്ചെടുക്കുക ബീഫ്. എന്താണേലും നമ്മുടെ ഉദ്ദേശം ബീഫ് വേവിക്കാന്ന് മാത്രമാണ്. അപ്പോൾ എവിടെ ഇരുന്ന് കുക്കറിൽ
ഇതൊന്ന് വിസിൽ വരട്ടെ. ഇപ്പൊ നമ്മുടെ അടിപൊളി ബീഫ് കറി റെഡി ആയി കേട്ടോ. നല്ല ഉണ്ടോ, ഗ്രേവി ഒക്കെ കൊണ്ട് നല്ല കുറുകിയിരിക്കുവാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ടേസ്റ്റ് ചെയ്യാവേ. അപ്പൊ ഇതുപോലത്തെ ഒരു ബീഫ് എടുക്കുക. ഈ ചൂടോടെ എടുത്ത് വായി വെക്കാൻ പറ്റില്ല, അപ്പൊ ഒന്ന് ഊതിയിട്ടൊക്കെ ഒന്ന് വെക്കാവേ. നല്ല ചൂടാട്ടോ. അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഒരു ഉരുവായൊക്കെ ഇട്ടല്ലേ നമ്മളൊന്ന് പൊട്ടിച്ചത്, അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു മസ്റ്റ് ട്രൈ എന്ന് പറയാം കേട്ടോ ഇതുപോലെ ഒരു ബീഫ് കറി. അപ്പം എല്ലാവർക്കും ഇതിപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ വേണേലും കൂടെയും കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ഇരിക്കണേ. കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.